ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അവസാനം അനുമോള് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ആദില വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നൊരു വ്യക്തിയാണ്. അതല്ലാതെ അവളുടെ ഉള്ളിലൊന്നും കാണില്ലായിരിക്കാം, പക്ഷേങ്കിൽ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. പക്ഷേങ്കിൽ ആ പറഞ്ഞ തെറ്റുകൾ ഒരിക്കലും നമുക്കൊരു സോറി കൊണ്ട് ഒതുക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഒനിൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, ആദില നീ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ അത് നിൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാണോ, അതോ ആരെങ്കിലും മാനിപ്പുലേഷനിൽ പെട്ടതാണോ? അതായത് ശൈത്യം നല്ല രീതിയിൽ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം വന്നപ്പോൾ തൊട്ട് ശൈത്യ ഇവരുടെ കൂടെയാണ്. എന്നിട്ട് ഒരുപാടധികം തന്നെ ശൈത്യയുടെ ഓരോ നെഗറ്റീവുകളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് ഇവരെ ട്രിഗർ ചെയ്യുന്നൊന്നും അല്ല, ശൈത്യ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെയാണ്, അത് അനുമോള് കാരണമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒനിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനും ഒക്കെ തന്നെയല്ലേ? കാരണം ശൈത്യ എന്ന് പറയുന്നത് ഒരുപാടധികം തന്നെ ട്രോമയൊക്കെ കൊണ്ടു നടക്കുന്ന കൊച്ചാണ്. അപ്പം അവളുടെ ബാഗേജൊന്നും അല്ലല്ലോ നീ ചുമന്നിട്ട് അനുമോൾക്കെതിരെ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ ഒന്നിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് കൃത്യമായ രീതിയിൽ തന്നെയുള്ള കാര്യമാണ്. ശൈത്യയുടെ ആ ഒരു ബാഗേജ് തന്നെയാണ് ഇവിടെ അതിൽ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു ടാസ്കിൽ അനുമോളെ പറ്റി ഇങ്ങനെ എഗെയിൻസ്റ്റ് പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം ഹൗസിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം ഈ ഒരു രീതിയിൽ പറയണ്ട എന്നുള്ളത്. അപ്പോഴും അതിലെങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്ര അധികം തന്നെ എന്തോ ഒരു വലിയ കാര്യം ഇൻജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. എന്തായാലും ആദില പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ 100% ഞാൻ എൻ്റെ ഇതിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവൾ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ കുത്തുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ശൈത്യം ഇതിനെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അനുമോളെ പറ്റി ഒരിക്കലും അതിലിങ്ങനെ പറയില്ല. അതിലേക്ക് ഒരു സത്യം പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ഇപ്പം ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അത് ശൈത്യയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.